ആത്മീയ ചൈതന്യത്താൽ എല്ലാവരെയും സ്നേഹിച്ച് ആരോടും പരിഭവമില്ലാതെ ജീവിതം അർത്ഥപൂർണമാക്കാമെന്ന് നനച്ചു പുറപ്പെട്ടിറങ്ങിയ ഒരു 19കാരൻ. എറണാകുളത്തു നിന്ന് ഹരിദ്വാറിലേക്കായിരുന്നില്ല ആ യാത്ര. ജീവിതത്തിൻ്റെ ഒരറ്റത്തു നിന്ന് അങ്ങേയറ്റത്തേക്ക് അന്ധാളിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാഴ്ചകളിലൂടെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ തുരുത്തുകളിലേക്ക്. ഇത് സംവിധാനത്തിൻ്റെ കഥ. ആശ്രമ ജീവിതത്തിന്റെ ഭാഗമായി കാലങ്ങളോളം കാൽനടയായി ഭിക്ഷയെടുത്തു കഴിഞ്ഞിരുന്നു സംവിധാനത്ത്. ആ ഭൂതകാലത്തിന്റെ ഓർമ്മയിൽ നിറയെ പച്ചപ്പുണ്ട്. കൊടുംവെയിലിൽ വാടിത്തളരുമ്പോൾ ഏറ്റുവാങ്ങിയ മരത്തണലുകളുടെ കുളിർമയുണ്ട്. കച്ചവടവത്കരിക്കപ്പെടുന്ന ആധ്യാത്മികത മടുത്തപ്പോൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് പടർന്നു പന്തലിച്ച പച്ചിലക്കൊമ്പുകൾ പ്രലോഭനമായി. അങ്ങനെയാണ് സ്വാമി സംവിധാനന്ദ് ഗ്രീൻ വെയിൻ സംവിധാനന്ദായത്. ആത്മീയതയുടെ കാവ്യവൽക്കരണത്തിൽ നിന്ന് പുനർജീവനത്തിന്റെ ഹരിതവൽക്കരണത്തിലേക്ക് ചുവടുകൾ മാറ്റിയത്. ഹെർമൻ ഹെസ്സയുടെ ദേശാടനം എന്നൊരു പുസ്തകമുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച പ്രിയപ്പെട്ട പുസ്തകങ്ങളിലൊന്ന്. അതിലൊരു വാചകം തന്നെ വളരെ അധികം ആകർഷിച്ചിരുന്നു. കാലത്തിൻ്റെ നഗ്നപാദങ്ങൾ കൊണ്ടും നിരന്തരമായ ചിറകടികൾ കൊണ്ടും നാമെല്ലാം ജനനം മുതൽ മരണം വരെ യാത്ര ചെയ്യുന്നുവെന്ന്. ഈ ഒരു പ്രചോദനം, അതിരുകളില്ലാതെ സഞ്ചരിക്കണമെന്നുള്ളൊരു പ്രചോദനം കൊണ്ട് ഞാനും ഒരു കാൽനട യാത്രക്കാരനായിട്ട് ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഏകദേശം 3.5 വർഷത്തോളം നടന്നിട്ടുണ്ട്. ആ കാൽനട യാത്രാ സമയത്ത് ചൂടിലും തണുപ്പിലും ഒരുപക്ഷെ വളരെ ആകർഷണീയവും വളരെ അനുഭവങ്ങൾ നൽകുന്നതുമായിട്ടുള്ള പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ളൊരു യാത്രയാണത്. വിശാലമായിട്ടുള്ള നിഴലുകളുള്ള ഒരു വൃക്ഷം ഏത് പാതവക്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അത് ഒത്തിരി ദൂരം നമ്മൾ നടന്നു കഴിയുമ്പോഴാണ് അത്തരമൊരു വൃക്ഷം കാണുന്നത്. അപ്പോഴൊക്കെ ഞാനും സ്വയം ആലോചിക്കാറുണ്ട്, ഈ കാണുന്ന വഴി നിറയെ നമുക്ക് മരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സുന്ദരമായിരുന്നു നമ്മുടെ ലോകമെന്ന്. അപൂർവമായ ഒരു ലക്ഷ്യബോധമുണ്ട് ഗ്രീൻ വെയിൻ സംവിധാനത്തിന്. ഹരിദ്വാറിലെ ആശ്രമ ജീവിതത്തിലെ അലോസരങ്ങൾക്കിടയിലായിരുന്നു ഉത്തരാഖണ്ഡിലെ പ്രളയം. പ്രളയശേഷം തരിശായ ഭൂപ്രദേശം സംവിധാനത്തിനെ ഏറെ വേദനിപ്പിച്ചു. കടപുഴകി വീണുപോയ വൻമരങ്ങളും അവയോടൊപ്പം മണ്ണടിഞ്ഞുപോയ ഒരു ആവാസ വ്യവസ്ഥയും നീറുന്ന ഓർമ്മയായപ്പോൾ ഒരുപിടി മരത്തൈകളുമായി ഒറ്റയ്ക്ക് ആ കുന്നുകൾ തോറും കയറിയിറങ്ങി. ആരും കൂട്ടിനില്ലാതെ 10,000 മരത്തൈകൾ നട്ടുപിടിപ്പിച്ചു. 1,00,000 മരത്തൈകൾ നട്ട് ഉത്തരാഖണ്ഡിന്റെ പച്ചപ്പ് തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സംവിധാനത്ത്. ഉത്തരാഖണ്ഡിൽ മാത്രമല്ല, രാജ്യം മുഴുവൻ മരങ്ങൾ നട്ടുനിറച്ചാലോ എന്ന ചിന്തയായിരുന്നു അടുത്തത്. ഫേസ്ബുക്കിൽ ഒരൊറ്റ പോസ്റ്റ്. അതിശയിപ്പിക്കുന്ന പ്രതികരണമായിരുന്നു പിന്നീട്. 2013 കൊച്ചിയിൽ നേരിട്ടെത്തിയപ്പോൾ സംവിധാനത്തിനൊപ്പം കൈകോർക്കാൻ 15 പേർ ഓടിയെത്തി. അങ്ങനെ ഗ്രീൻ വെയിൻ എന്ന പരിസ്ഥിതി സംഘടനയുണ്ടായി. ഭൂമിക്കൊരു പച്ചക്കുട, ഭാവിക്കൊരു ശ്വാസക്കൂട എന്ന മന്ത്രവുമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഗ്രീൻ വെയിൻ പ്രവർത്തകർ ഇന്ന് സജീവം. കളിയാടിടാൻ ആടാൻ പാടാൻ കളിയാടിടാൻ ഉണർന്നെണിക്കണം 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 ഉണർന്നെണിക്കണം. അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികളുടെ സംഘടനയായിട്ടുള്ള കാർത്തുമ്പിക്കൂട്ടവും തമ്പ് എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയൊക്കെ ചേർന്നിട്ട് ഭവാനിപ്പുഴയുടെ തീരത്ത് 1,00,000 മരങ്ങൾ വയ്ക്കാനായിട്ടുള്ള നഴ്സറിയാണ് നമ്മളിപ്പോൾ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിജയകരമായിട്ടുള്ളൊരു കാര്യമാണ്. 1,00,000 മരങ്ങൾ ഒരൊറ്റ ഏരിയയിൽ തന്നെ ഉണ്ടാക്കുക. അതെല്ലായിടത്തും നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള തരത്തിലുള്ള മരങ്ങൾ, വിത്തുകൾ മുളപ്പിച്ച് മരങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു അനുഭവം തന്നെയാണ്. കോളേജുകളും സ്കൂളുകളും സന്നദ്ധ സംഘടനകളും കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കുന്നു ഗ്രീൻ വെയിൻ. മഴ പെയ്യാൻ മരം വേണം, മരം പേറാനൊരു മനസ്സു വേണം എന്ന് സംവിധാനത്ത് വെറുതെ കുറിക്കുമ്പോൾ പരിസ്ഥിതി പ്രേമികൾ അത് ഹൃദയത്തിലേറ്റുവാങ്ങുന്നു. കഴിഞ്ഞ വർഷം
നമ്മൾ ഐസാറ്റ് ക്യാമ്പസിൽ നട്ട മരങ്ങളുടെ വളർച്ച ആ ഒരു വർഷം കൊണ്ട് 6 അടി ഉയരത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 12 അടി ഉയരത്തിലേക്ക് ഒരു മരം എത്തുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്കുള്ള ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോളേജ് ക്യാമ്പസുകളെയും സ്കൂളുകളെയും ഇത്തരം ഒരു കാര്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇതിനിടയിൽ ഹിമാലയത്തിൽ നിന്ന് മരത്തൈകളും വിത്തുകളുമായി സാഹസികമായ ഒറ്റയാൾ യാത്രയും പുറപ്പെട്ടു സംവിധാനന്ദ്. കാറിൽ നിറയെ മരത്തൈകളുമായി പുറപ്പെടും മുമ്പ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു: ഇത്തവണ യാത്ര കാൽനടയല്ല, ഒരു കാറിൽ കൊള്ളാവുന്ന വിത്തും മരങ്ങളും ഉണ്ടാകും. താമസം വഴിവക്കിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ തന്നെയാകും. ഭക്ഷണവും അങ്ങനെ തന്നെ. ഭക്ഷണം ചോദിച്ചു വാങ്ങിക്കുമ്പോൾ പണ്ട് അവർക്ക് ഒന്നും കൊടുക്കാറില്ലായിരുന്നു. ഭക്ഷണം തന്ന കരുണയ്ക്ക് ഉള്ളിൽ ഉണർന്നു വരുന്ന നന്ദിയല്ലാതെ. ഇത്തവണ മരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിശയിപ്പിക്കുന്ന പ്രതികരണമായിരുന്നു സംവിധാനത്തിന്റെ ട്രീ ട്രിപ്പിന്. കടന്നുവന്ന വഴികളിലൊക്കെ ആരൊക്കെയോ കാത്തുനിന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ പോലും സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ആവേശത്തോടെ മരത്തൈകൾ ഏറ്റുവാങ്ങി. അതൊരു വലിയ പ്രചോദനമായി. മണ്ണും മരങ്ങളും നെഞ്ചിൽ കൊണ്ടു നടന്നിരുന്നവർക്ക് സംവിധാനന്ദ് മാതൃകയായി. ചിത്തിര കുസുമൻ എന്ന ഗ്രീൻ വെയിൻ പ്രവർത്തകയുടെ എന്റെ പിറന്നാളിനൊരു മരം നടുമോ എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. രാജ്യത്തിനകത്തും പുറത്തും ചിത്തിരയ്ക്കായി ഒരുപാട് മരങ്ങൾ ആരൊക്കെയോ നട്ടു. നമ്മളുടെ ഒരു ഇൻസ്പിറേഷനിൽ അങ്ങനെ ആളുകൾ ചെയ്യുന്നത് വലിയ സന്തോഷമാണ്. പിന്നെ മലപ്പുറത്തൊരു സ്കൂളിൽ ഇപ്പം ഞാൻ എൻ്റെ പിറന്നാളിന് മരം നടാമോ എന്നുള്ളൊരു അതിൻ്റെ പോസ്റ്റ് കണ്ടിട്ട് പുഷ്പ എന്ന് പറഞ്ഞൊരു ടീച്ചർ അവർ എനിക്ക് വേണ്ടി 2 മരം നട്ടിരുന്നു. അതുകൂടാതെ അവർ സ്കൂളിൽ അവർ എൻ്റെ പിറന്നാൾ മരം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തന്നെ തുടങ്ങി. ആ ഒരു ഇതിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് അവരെല്ലാ കുട്ടികളുടെയും ബർത്ത്ഡേക്ക് അവർ വീടുകളിലേക്ക് മരങ്ങൾ കൊടുത്തുവിടുക, അത് നടുക എന്നുള്ളൊരു, അപ്പോൾ അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഗ്രീൻ വെയിനിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി എറണാകുളം നഗരത്തിൽ പച്ചപ്പ് സൂക്ഷിക്കുന്ന കമ്മത്തുമാഷുമുണ്ട്. മാഷിന്റെ പറമ്പിലെ എണ്ണമറ്റ മരങ്ങളുടെ തണലിലാണ് ഗ്രീൻ വെയിൻ പ്രവർത്തകരുടെ കൂടിക്കാഴ്ചയും വിത്തുമുളപ്പിക്കലും. ഗ്രീൻ വെയിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യജീവനെ നിലനിർത്തുന്നത്, അതായത് പ്രപഞ്ച നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ വൃക്ഷങ്ങൾ നട്ടുവന്നിരുന്നത്. അപ്പോൾ ഞാൻ ഈ വർഷങ്ങളായിട്ട് ഇത് നട്ടുവരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഗ്രീൻ വെയിനായിട്ട് ബന്ധപ്പെടുന്നതും. അപ്പോൾ ശരിക്കും ഞാൻ എന്താ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം ഏകദേശം സഫലമാക്കാൻ വേണ്ടി ഈ ഗ്രീൻ വെയിൻ ഏകദേശം ഒരേ സഞ്ചാരപഥത്തിൽ കൂടി പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവരുമായിട്ടുള്ള എന്താ പറയുക, ഇന്നിപ്പോൾ അവരുമായിട്ട് യോജിച്ച് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ ഇതിലെ ചർച്ചകളും ഞങ്ങൾ ചെയ്തിട്ട് ഗ്രീൻ വെയിൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും എനിക്ക് പങ്കാളിയാകാൻ സാധിച്ചിട്ടുണ്ട്. ബിനാലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദിവസവും ഓരോ മരം നട്ടു ഗ്രീൻ വെയിൻ. ചിത്രകാരന്മാരും സാമൂഹിക പ്രവർത്തകരും മരം നടാനെത്തി. അങ്ങനെ ബിനാലെ സമാപിച്ചപ്പോൾ കൊച്ചിക്ക് 108 മരങ്ങൾ കൂടിയായി. സംരക്ഷിക്കാനാകാത്ത ഒരു മരത്തെയും നടില്ലെന്നാണ് ഗ്രീൻ വെയിനിന്റെ വാദം. അതുകൊണ്ടുതന്നെ ആരും ശ്രദ്ധിക്കാനില്ലാത്ത പാതയോരത്തും മറ്റും ഒരു മരവും ഇവർ നടുന്നുമില്ല. വിഷുവിനു വിഷുത്തൈ നീട്ടം, പിറന്നാളിനും ഗൃഹപ്രവേശത്തിനും മറ്റ് ആഘോഷങ്ങൾക്കുമെല്ലാം ഓരോ മരം. പുതിയൊരു സംസ്കാരത്തിന് തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഗ്രീൻ വെയിൻ. മലയാളികളെ സംബന്ധിച്ചോളം വീട് എന്നുള്ള കൺസെപ്റ്റിനേക്കാൾ ഉപരി നമ്മൾ പറഞ്ഞിരുന്ന പുരയിടം എന്നാണല്ലോ. പുരയിടം എന്ന് പറയുമ്പോൾ എല്ലാ മരങ്ങളും ഒക്കെ. പക്ഷേ ഇന്നത്തെ സമയത്ത് നമ്മൾ വീട് വെക്കാന്ന് വെച്ചാൽ എല്ലാ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതായിരുന്നു. ഞാനിപ്പോൾ അവിടെ ഒരു പവിഴമല്ലി നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവിടെ എന്തായാലും ഒരു കടമ്പും പിന്നെ മരം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കാശാവ് എന്ന് പറയുന്ന കായാമ്പൂ കൂടി നടും. അത്രയും അതിനുള്ള സ്ഥലം ഉണ്ട് അതിൽ. ഇപ്പോൾ ലാൽജിയെ പോലുള്ള ആൾക്കാർ പോലും സ്വന്തം വീട്ടിൽ തൻ്റെ ഗൃഹപ്രവേശനത്തിന് നിങ്ങൾ ഒരു കാവ്യാംശമുള്ള എന്ന് വെച്ചാൽ നീലക്കടമ്പ് അല്ലെങ്കിൽ നീർമാതളം ഇത്തരം ചെറിയ മരങ്ങളും അല്ലെങ്കിൽ വൻമരങ്ങളും അവർ ആവശ്യപ്പെടുന്നു. അത് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ അതും ഒരു നല്ലൊരു സംസ്കാരമായിട്ട് നമുക്ക് ഈ ഗ്രീൻ വെയിനിലൂടെ അത് എല്ലാ ആൾക്കാരിലൂടെയും വളർത്തിയെടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം അഭിമാനിക്കുന്നുണ്ട്. മഞ്ഞ മുനമ്പും വയലറ്റ് വൈപ്പിനും എന്ന സങ്കല്പവുമായി മുനമ്പത്തു നിന്ന് 7 കിലോമീറ്റർ കണിക്കൊന്നയും വൈപ്പിനിൽ 7 കിലോമീറ്റർ വയലറ്റ് ഗുൽമോഹറും ഗ്രീൻ വെയിൻ നട്ടുതുടങ്ങിക്കഴിഞ്ഞു. സഹായം തേടി സർക്കാരിന് പിന്നാലെയില്ല. പ്രകൃതി സ്നേഹികളുടെ സഹായം സന്തോഷത്തോടെ സ്വീകരിക്കും. പ്രകൃതി സ്നേഹിയായ ഒരാൾ എന്ന ഒറ്റ വിശേഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സംവിധാനത്തിന്റെ വ്യക്തിത്വം.
കരിമല തകർത്തു നാം കരിമണൽ കടത്തി നാം തിരികെയൊന്നു പണിയുവാൻ അശക്തരെന്നതോർക്കണം. വിഷം നിറഞ്ഞ വെള്ളവും കറുത്തുപോയ വിണ്ണുമല്ലതല്ല നമ്മൾ നൽകുവാൻ വരുന്ന കുഞ്ഞു കൈകളിൽ. വിഷം നിറഞ്ഞ വെള്ളവും കറുത്തുപോയ വിണ്ണുമല്ലതല്ല നമ്മൾ നൽകുവാൻ വരുന്ന കുഞ്ഞു കൈകളിൽ. അവർക്കുമുണ്ട് ഭൂമിയിൽ അനന്തമായ സ്വപ്നവും അവർക്ക് വാനിലമ്പിളി തിളക്കവും കൊടുക്കണം. കുന്നുകൾ തകർത്തുപോയി പുഴമണൽ കുഴികളായി എങ്ങുമില്ല കാഴ്ചകൾ വരുന്ന നാമ്പുകൾ തൊടാൻ. കിളികൊളുത്ത വാസവും ശലഭമൊത്ത നൃത്തവും കാട്ടുപച്ച തൊട്ട് കണ്ണിൽ നനവു തീണ്ടുമോർമ്മയും. പ്രകൃതിയും കാലവും ജീവിതവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വരികളിലൂടെ സംവിധാനത്ത് എന്ന കവി സ്പർശിക്കാത്ത വിഷയങ്ങളില്ല. ഏറെ വായിക്കപ്പെട്ടു സംവിധാനത്തിന്റെ ആറടിക്കടൽ എന്ന കവിതാ സമാഹാരം. സമകാലീന വിഷയങ്ങളിൽ ആകുലപ്പെടുന്നുണ്ട് കവിമനസ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പുരുഷനെപ്പോലെയല്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയെന്ന് കവി എഴുതുമ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ചു മരിച്ചുപോയ ആരുടെയൊക്കെ ഓർമ്മയിൽ മനസ്സ് നീറാതെ വായന പൂർത്തിയാകില്ല. ഒന്നിനു സമയമില്ലാത്ത നഗരം മല തുരക്കാനും മരമെരിക്കാനും ഓട്ടത്തിലാണെന്നും നഗരം മരുഭൂമിക്ക് പഠിക്കുകയാണെന്നും ഓർമ്മിപ്പിക്കുകയാണ് സംവിധാനത്ത് എന്ന കവി. സമകാലീന വിഷയങ്ങളോട് തുറന്നു പ്രതികരിക്കുന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ സംവിധാനത്തിന്റെ വരികൾക്ക് മൂർച്ച ഏറും. കുടുംബം എന്ന പരമ്പരാഗത വ്യവസ്ഥിതി ഉപേക്ഷിക്കുന്നത് വിപ്ലവം തന്നെയാണെന്നാണ് സംവിധാനത്തിന്റെ മതം. സന്യാസിമാരായിരുന്നു യഥാർത്ഥ വിപ്ലവകാരികൾ, മാനവനന്മയ്ക്കായി മാത്രം പ്രവർത്തിച്ചവർ. എന്നാൽ ആശ്രമങ്ങൾ ആത്മീയ കച്ചവട കേന്ദ്രങ്ങളാകുകയാണെന്നും നിലവിലെ ആശ്രമ രീതികൾ ആത്മീയ ഔന്നിത്യത്തിന് ഒരു കാലത്തും ഉപകരിക്കില്ലെന്നും അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു ഈ എഴുത്തുകാരൻ. ആശ്രമത്തേക്കാൾ പ്രകൃതിയാണ് ആത്മീയതയ്ക്കുതകുന്നതെന്ന് സംവിധാനത്ത് തിരിച്ചറിഞ്ഞതും അതേ അനുഭവങ്ങളിൽ നിന്നു തന്നെ. ആത്മീയത തള്ളിപ്പറയുകയല്ല സംവിധാനത്ത്. ഏറ്റവും പവിത്രവും പുണ്യവുമായ ഒരു സങ്കല്പത്തെ സങ്കുചിത താല്പര്യങ്ങൾക്കായി ബലി കൊടുക്കുന്നതാണ് സംവിധാനത്തിനെ ചൊടിപ്പിക്കുന്നത്. ആ ആത്മരോഷം ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടികളും സമ്മാനിക്കുന്നു. എൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ചട്ടക്കൂടിൻ്റെ അകത്ത് ഇരിക്കാവുന്ന ഒരു ആധ്യാത്മികത ഒന്നുമല്ല. ഞാൻ ആധ്യാത്മികതയെ കാണുന്നത് ജീവിതവും മനുഷ്യൻ്റെ ജീവിതത്തിന് മുമ്പും ശേഷവും അങ്ങനെയൊന്നുമല്ല കാണുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ ജീവികൾക്കും ഒരു തുല്യനീതിയിൽ കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ആ തുല്യനീതി എന്ന് പറയുമ്പോഴേക്ക് അതിന് വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ നീതി കിട്ടാതെ എന്ന് തോന്നുന്നത് പ്രകൃതിക്കാണ്. അതുകൊണ്ടിട്ടാണ് അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ശബ്ദിക്കാനൊരുങ്ങുന്നത്. ഗംഗയിലെ അനധികൃത ഖനനത്തിനും ഹിമാലയത്തിലെ അണക്കെട്ട് നിർമ്മാണത്തിനുമെതിരെ ശക്തമായി പ്രതികരിക്കുന്നു സംവിധാനത്ത്. ഒറ്റപ്പെട്ട ചില പ്രതിഷേധ ശബ്ദങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ എപ്പോഴും മുന്നിൽ തന്നെയുണ്ട്. ഗംഗാ ചൂഷണത്തിനെതിരെ നടക്കുന്ന ചില അപൂർവ സമരങ്ങളെക്കുറിച്ചും സംവിധാനത്ത് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. ഹരിദ്വാറും ഗംഗാതീരവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ നിരന്തരം എല്ലാ പ്രശ്നങ്ങളോടും പ്രതികരിച്ചിരുന്നു. ഗംഗയിലെ ഡാമുകൾക്കെതിരെയുള്ള കേസിലെ പെറ്റീഷണറാണ്. ലോക ജനസംഖ്യയുടെ 10% കുടിവെള്ളത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രശ്നമായതുകൊണ്ടിട്ട് അത് പരിസ്ഥിതിയുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ആശ്രമത്തിൻ്റെ അകത്ത് കുത്തിയിരുന്നിട്ട് ജപിച്ചിട്ടോ അല്ലെങ്കിൽ ശാന്തനായിട്ടിരുന്നിട്ടോ നേടേണ്ട ഒന്നല്ല. കാര്യം അങ്ങനെ ഇരുന്ന് നേടാൻ സാധിക്കില്ല. സാമൂഹിക പ്രശ്നങ്ങളിൽ സജീവമാകുമ്പോഴും പ്രകൃതിക്ക് തന്നെയാണ് സംവിധാനത്തിന്റെ മുൻഗണന. ശ്വാസം കിട്ടാതെ പോകുന്ന ലോകത്തിന് പ്രാണവായു നൽകാനാണ് ശ്രമം. ആയുസ് മുഴുവൻ സമർപ്പിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ഈ ചെറുപ്പക്കാരൻ. സ്വപ്നങ്ങളിൽ പ്രലോഭനങ്ങളുടെ നാളകളില്ല, ഇന്നിന്റെ ആഘോഷങ്ങളുമില്ല. ആവർത്തന വിരസതയുടെ ജനന മരണങ്ങൾക്കപ്പുറം ജീവനെ ധന്യമാക്കാനുതകുന്ന ചില ഇടനേരങ്ങൾ. ആരോടും പ്രത്യേകിച്ച് പ്രതിബദ്ധതയില്ലാതെ പിടിച്ചു നിർത്തുന്ന ബന്ധങ്ങൾക്ക് സ്ഥാനം നൽകാതെ കാണുന്ന വഴികളിലൂടെ യാത്ര തുടരുന്നു സംവിധാനത്ത്. എല്ലാവരോടും സ്നേഹം, നന്ദി. യാത്രക്കൊടുവിൽ ചുട്ടെറിഞ്ഞ് കടന്നുപോകുന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാം ഓരോ മുറിവിലും വസന്തം തീർത്ത് ജീവന്റെ നിറസാന്നിധ്യമായി വൻമരങ്ങൾ. അത് വിരിയിക്കുന്ന തണലും തണുപ്പും ഏറ്റുവാങ്ങി ഒരുപാട് ജീവിതങ്ങൾ. സഫലമാകാതിരിക്കുമോ സംവിധാനത്തിന്റെ ജീവിതം? ശ്വസിച്ച ഭൂമി പോറ്റണം, അതെന്റെ നിന്റെ നമ്മുടെ ജീവനെന്നതോർക്കണം. അതെന്റെ നിന്റെ നമ്മുടെ ജീവനെന്നതോർക്കണം. സംവിധാനത്തിന് അഭിമാനിക്കാം. ഒരാൾക്കും നിഷേധിക്കാനാകാത്ത വിധം
ജീവിതം അടയാളപ്പെടുത്തുന്നതിൽ, തെരഞ്ഞെടുത്ത വഴിയിലൂടെ ഒരുപാട് പേരെ നയിക്കുന്നതിൽ, ശ്വാസം കിട്ടാതെ വലയുന്ന ഭൂമിക്ക് പ്രാണവായു നൽകാൻ പോരാടുന്നതിൽ. ആ അപൂർവ സമർപ്പണത്തിന് ഞങ്ങളുടെ സല്യൂട്ട്. മറ്റൊരാളുമായി അടുത്ത ആഴ്ച വീണ്ടും.